ഒരു സിവിൽ സർവീസുകാരൻ കൂടി കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നു. മോദി സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന മുൻ IAS ഉദ്യോഗസ്ഥനാണ് കണ്ണൻ ഗോപിനാഥൻ. ഡൽഹി AICC ആസ്ഥാനത്തെത്തി അദ്ദേഹം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കണ്ണൻ ഗോപിനാഥൻ അംഗത്വമെടുത്ത ശേഷം പ്രതികരിച്ചു. കോൺഗ്രസ് സെലക്ട് ചെയ്തത് വളരെ ഇത് പൗരന്മാരുടെ പാർട്ടി ആയതുകൊണ്ടാണ്. അതായത് പ്രജയിൽ നിന്നും പൗരനിലേക്ക് എന്നുള്ളൊരു യാത്ര ഇന്ത്യയെ ആരംഭിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആ സ്വാതന്ത്ര്യ സമരത്തിന് അനുബന്ധിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ പ്രജയിൽ നിന്നും പൗരനിലേക്ക് എന്നുള്ളതിൽ മാറി വീണ്ടും സർക്കാർ തരുന്നത് മേടിച്ച് ശബ്ദമില്ലാതെ ആൾക്കാരാവുക എന്ന് മാറി തിരിച്ച് വീണ്ടും പ്രജകളാക്കി മാറുന്ന ഒരു യാത്രയിലോട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ തിരിച്ചുള്ള യാത്ര എത്രയും പെട്ടെന്ന് നമ്മൾ നിർത്തുകയും തിരിച്ച് പൗരന്മാരാകാനുള്ള യാത്രയിലെ ഏറ്റവും ഉചിതമായ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണെന്നുള്ള ഉച്ചബോധ്യമുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത്. കണ്ണൻ ഗോപിനാഥൻ IAS ഉപേക്ഷിച്ചത് വലിയ ചർച്ചയായിരുന്നു. കണ്ണൻ ഗോപിനാഥന്റെ വരവ് ശക്തി പകരുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ജമ്മു കശ്മീരിലെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ സമയത്താണ് കണ്ണൻ ഗോപിനാഥൻ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കശ്മീരിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശവും ഭരണഘടനാ അവകാശവും ലംഘിക്കുന്നുവെന്നും രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിശബ്ദനായിരിക്കാൻ കഴിയില്ലെന്നും കണ്ണൻ ഗോപിനാഥൻ തുറന്നടിച്ചിരുന്നു. നോട്ട് നിരോധനം അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഓരോ നയങ്ങൾക്കെതിരെയും അതിരൂക്ഷ വിമർശനങ്ങളാണ് കണ്ണൻ ഗോപിനാഥൻ ഉയർത്തിയിരുന്നത്. കേന്ദ്ര സർക്കാർ കണ്ണൻ ഗോപിനാഥനെതിരെ കുറ്റപത്രവും നൽകിയിരുന്നു. കേന്ദ്രത്തിന്റെ പ്രതിച്ഛായ കളയാൻ IAS ഉദ്യോഗസ്ഥൻ ശ്രമിച്ചുവെന്ന തരത്തിലായിരുന്നു കുറ്റപത്രം. തുടർന്ന് കണ്ണൻ ഗോപിനാഥൻ ദാദ്ര നഗർ ഹവേലിയിലെ ഊർജ്ജ സെക്രട്ടറി പദവി രാജിവെച്ചു. തുടർന്ന് രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി നടപ്പാക്കിയ നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ കണ്ണൻ ഗോപിനാഥനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നത്. ഡൽഹി ആകുമോ കേരളമാകുമോ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്നത് ഇപ്പോൾ പറയാനാകില്ല. അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാൻ സമയമാണ്. അതെ, പക്ഷെ പാർട്ടി തീരുമാനിച്ചനുസരിച്ചിരിക്കും. കാര്യം ഞാൻ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് റോൾ, എനിക്കുള്ള റോൾ എന്നുള്ള കാര്യം എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഐ വിൽ ജസ്റ്റ് टेल कि जैसे मैं केरला से हूँ पर पढ़ाई किया झारखंड में और नोएडा में काम किया. उसके बाद वहाँ पे कहीं NGO में जुग्गी में एक मोटरोला सेमीकंडक्टर कंपनी में काम किया. शादी किया हरियाणा से और उसके बाद मिजोरम में काम किया 3 साल, मिजो सीखे. उसके बाद सिलवासा में रहा और अभी पुणे में रहता हूँ महाराष्ट्र में. तो सवाल ये था कि आपका कार्यस्थल क्या होगा, तो वो थोड़ा मुश्किल है मेरे लिए बताना. मैं जहाँ जहाँ रहा हूँ सबको अपना ही मानता हूँ और जितना मेरे से हो सकता है और जहाँ के पार्टी का डायरेक्शन है उस हिसाब से काम करने के लिए रेडी हूँ.